ഇതെന്താ കഥ എന്നാണോ? വേറൊന്നുമല്ല, എൻ്റെ അമ്മുക്കുട്ടി ഋതുമതിയായി, അതിൻ്റെ ചടങ്ങാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പോൾ തലേ ദിവസമേ നമ്മൾ ചെറുതായിട്ട് പരിപാടികളൊക്കെ തുടങ്ങി. ഇതിൻ്റെ മെയിൻ ആളുകളെന്ന് പറയുന്നത് ഇപ്പോൾ വരും, കണ്ടില്ലേ? ഈ കുട്ടിപ്പട്ടാളമാണ് നമുക്കിതെല്ലാം സെറ്റപ്പ് ചെയ്ത് തന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും സന്തോഷമായി. ഇതിപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. അമ്മൂസിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ താരങ്ങൾ. കാര്യം ഇവരൊക്കെ കൂടി കളിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു സത്യത്തിൽ അവളിങ്ങനെ ഒരു പരിപാടി വേണമെന്ന് തന്നെ പറഞ്ഞത്. അവൾ പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മളിത് ചെയ്തത്. അമ്മായി, അച്ഛൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ മെയിൻ താരം ഇപ്പോൾ അടുക്കളയിൽ, ഇത് കണ്ടില്ലേ? ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ് അവൾ, ഇന്നും തീർന്നിട്ടില്ല. എന്തായാലും ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തത് ചിന്നുവാണ്. അപ്പോൾ തലേദിവസം കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു. നമ്മളിത് സെറ്റ് ചെയ്യണമല്ലോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഈ പരിപാടിയൊക്കെ നടത്തുക എന്ന് വെച്ചാൽ കുറച്ച് പാടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ വരണമല്ലോ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു. വാഴയിലൊക്കെ തലേദിവസം വെച്ചിട്ട് നേരം വെളുത്തപ്പോൾ കുറച്ചൊന്ന് താന്നു പോയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസമേ ഇവളെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ചിരുന്നു. പിറ്റേ ദിവസം ജസ്റ്റ് താലം കൊടുത്തിട്ട്, എൻ്റെ അനിയത്തിയാണ് കേട്ടോ, ഇളയച്ചൻ്റെ മോളാണ്, താലം കൊടുത്ത് ജസ്റ്റ് കാലിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അകത്തോട്ട് കയറ്റുവാണ്. അപ്പോൾ എൻ്റെ ഒപ്പം കൈകൊട്ടിക്കളി കളിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ശരണി ചേച്ചി. ആ ചേച്ചിയാണ് ഇതുപോലെ ഇങ്ങനെ വെറ്റില വെച്ചിട്ടാണ് താലം കൊടുത്ത് അകത്ത് കയറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ താലമൊക്കെ കൊടുത്ത് അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് മഞ്ഞൾ കലക്കി വെച്ചിരുന്നു. മഞ്ഞൾ തേച്ചിട്ട് സ്വീറ്റ്സ് കൊടുക്കുവാണ്. ആൾക്ക് ലഡു ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ടും ഇങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തപ്പോൾ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെ റേറ്റ് കൂടിയത് കൊണ്ട് പാത്രം വലുതാണെങ്കിലും ഉള്ളിലുള്ളത് ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാല ഇട്ടത്. മാല, ഒരു ചെറിയ മോതിരമൊക്കെയാണ് നമ്മൾ ഇട്ടത്. എന്ന് വെച്ചാൽ അത്ര റേറ്റ് ഉണ്ടല്ലോ, എന്നാലും എന്തെങ്കിലും ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടതാണ്. പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെക്ഷനും ഫുഡും ഇത് ജോലിസ്ഥലത്തെ ടീമാണ് കേട്ടോ. ഗിഫ്റ്റുകളുടെയൊക്കെ ഇടയിൽ അവളിരുന്ന് കളിക്കുവാണ്. ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരിന് അവരുടെ കളിയാണല്ലോ, നമുക്കതാണല്ലോ വലുത്. പിന്നെ എല്ലാ ടീംസും ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് കുട്ടിക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ടീമാണ്, കൈകൊട്ടിക്കളി ടീമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വൈഗ വന്നിരുന്നു. ഇതാണ് വൈഗക്കുട്ടി. അപ്പോൾ അവരെടുത്തുന്ന ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ആ ഫാമിലി കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ടെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ആളുകൾ വന്നു. അതിന് ശേഷവും വൈകുന്നേരവും രാത്രിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സും കസിൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 2 മണി ടൈമിൽ അവർ പോകാൻ നിൽക്കുകയാണ്, കുട്ടികളൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരത്തി വന്നത്. ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം നല്ല സന്തോഷമായിരുന്നു. നമ്മൾ വിചാരിച്ചതിൽ നല്ല രീതിയിൽ നമുക്ക് വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം സന്തോഷത്തോടെ, കൂടുതൽ സന്തോഷം അവൾക്ക്. ഇത് കണ്ടില്ലേ, അവർ കുറേ നേരം ഇരുന്ന് കളിയും പാട്ടുമൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. ഇതിൻ്റെ യഥാർത്ഥ ചടങ്ങ് അങ്ങനെ ഭയങ്കരമായിട്ട് ചടങ്ങൊന്നും നോക്കിയിട്ടല്ല നമ്മൾ നടത്തിയത്. പക്ഷേ അത്യാവശ്യം ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് പിന്നെ അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ. ബിരിയാണി ആയിരുന്നേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം കേട്ടോ.